നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും ആയിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? നിറവറയുടെ ഇടിയപ്പപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചത്. ആവശ്യത്തിന് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോഴേക്കും അത് ഈ പൊടിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത് ഇഡലിത്തട്ടത്തിൽ ഞാൻ തേങ്ങാപ്പീര ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇത് പീച്ചിയിട്ടു. ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഇറക്കി വെച്ച് അടച്ചു വെച്ച് വേവാനായിട്ട് വെച്ചു. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അതിന് തേങ്ങ ചിരകിയെടുത്തു. 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചു. 2 ഉരുളൻകിഴങ്ങ്, 2 സവാള, 1 ക്യാരറ്റ്, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചു. ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇവ അതിലേക്ക് തട്ടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തു. ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ക്യാരറ്റും ഉരുളൻകിഴങ്ങും കൂടെ അരിഞ്ഞു വെച്ചിരുന്നു അതിലേക്കിട്ടു. അതും ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരുന്നു. വഴണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് 3 പൊടികളും കൂടെ അതിലേക്ക് ഇട്ടു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി. പച്ചമണം മാറി വന്നപ്പോഴേക്കും 1-ാം പാൽ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പിട്ടു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലേക്കിട്ടു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേവാനായിട്ട് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം 1-ാം പാലും ഒഴിച്ചു മിക്സ് ചെയ്തെടുത്തു. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂട് വന്നാൽ മതി. സ്വാദിഷ്ടമായ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇടിയപ്പവും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു രണ്ടും കൂടെ